നമസ്കാരം സുഹൃത്തുക്കളെ. ആഗസ്റ്റ് 20, 2025 സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഓട്ടോക്കാർക്ക് മറക്കാൻ പറ്റാത്തൊരു ദിവസമായി മാറിയിരിക്കുകയാണ്. ഇതൊരു ജ്വല്ലറി ഉദ്ഘാടനമാണ്. എടപ്പാൾ തൃശ്ശൂർ റോഡിൽ ഞങ്ങളുടെ ഓട്ടോ സ്റ്റാൻഡിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ജ്വല്ലറിയുടെ ഉദ്ഘാടനം നടക്കുന്നത്. ഉദ്ഘാടകം നമ്മുടെ ഹണി റോസാണ്. ആ നിൽക്കുന്നത് നിസാർ എന്ന് പറയും. ഇവിടെ നറുക്കെടുപ്പ് ഉണ്ടായിരുന്നു. ആ നറുക്കെടുപ്പിൽ വിജയിച്ച ഒന്നാം സമ്മാനം കിട്ടി 20,000 രൂപ കിട്ടിയത് ഞങ്ങളുടെ തന്നെ ചങ്കിനാണ്. ഞങ്ങളുടെ കൂടെ വണ്ടി ഓടിക്കണ നിസാറിനാണ് 20,000 രൂപ സമ്മാനം അടിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഞങ്ങളൊക്കെ വളരെയധികം സന്തോഷിച്ച് നിൽക്കുന്ന ഒരു ദിവസമാണെന്ന്. എന്തായാലും കാലത്ത് 8 മണിക്ക് ഞാൻ എത്തി. 8:30 ആയപ്പോഴത്തേക്കും അവിടെ പ്രോഗ്രാം തുടങ്ങി. ഗാനമേള ഉണ്ടായിരുന്നു, പിന്നെ വയലിൻ പ്രോഗ്രാം ഉണ്ടായിരുന്നു, പിന്നെ ശിങ്കാരിമേളമൊക്കെ അവിടെ ഇടയ്ക്ക് നിലയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്, നമ്മുടെ സുഹൃത്തുക്കളാണ് ഇതൊക്കെ. ഈ സമയത്തൊന്നും ഞങ്ങൾ ഈ വശത്തൊന്നും അങ്ങനെ നിൽക്കാറില്ല. കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടികൾ കാലത്തെ ഓട്ടം ഉണ്ടാവാറുള്ളതാണ്. ഇന്ന് കുറച്ച് ഓട്ടം കുറവായിരുന്നു. കാര്യം അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആൾക്കാർ തടിച്ചിരിക്കുന്നത്. പിന്നെ വരണത് ഹണി റോസാണ്. അപ്പോൾ അതിൻ്റെതായ ചെറിയ തിരക്കുണ്ട്. പിന്നെ വണ്ടികൾ ചെറിയ ബ്ലോക്ക് ഉണ്ടെന്ന് എങ്കിലും പോലീസുകാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അവരുടെ സെക്യൂരിറ്റിക്കാരും ഉണ്ട്. എല്ലാവരും വണ്ടികളൊക്കെ കറക്റ്റായിട്ട് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം തന്നെ ഞങ്ങൾക്ക് ഇത്തിരി ഓട്ടം കുറവായിരുന്നു. അപ്പോൾ ഇതൊക്കെ അവിടുത്തെ പ്രോഗ്രാമൊക്കെ ഇപ്പുറത്ത് നിന്ന് വീക്ഷിക്കാൻ ഞങ്ങൾക്ക് പറ്റി. അപ്പുറത്തേക്ക് പോകാന്ന് പറഞ്ഞാൽ അവിടെ തിരക്കുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ ഇപ്പുറത്തെ ഓടണ കാര്യമൊക്കെ ഞങ്ങൾക്ക് കൊളായതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് കറക്റ്റായിട്ട് കാണാനും പറ്റുന്നുണ്ട്. ഞങ്ങൾക്ക് റോഡിൻ്റെ തൊട്ടപ്പുറത്താണ്. അപ്പം എന്തായാലും ഈ സമയത്ത് ഞങ്ങളിങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടെ നറുക്കെടുപ്പ് കൂപ്പൺ എഴുതിയിടാൻ പറ്റുമെന്ന് പറഞ്ഞത്. അപ്പം ഞാനൊക്കെ പോയിട്ട് 3-4 ദേ ഈ വരണം കേട്ടോ നിസാർ. അപ്പം ഞാനൊക്കെ പോയി 3-4 എഴുതിയിട്ട് നിസാർ ഒരെണ്ണേ എഴുതിയിട്ടിട്ടുള്ളൂ. അപ്പം എന്തായാലും വിധിയുള്ളവൻ ഒരെണ്ണം ഇട്ടാലും മതി എന്നുള്ളത് മനസ്സിലായ ദിവസം കൂടിയാണ് ഇന്ന്. അപ്പോൾ അങ്ങനെ ഹണി റോസ് വന്ന് 10-11 ആകുമ്പോഴത്തേക്ക് ഹണി റോസ് വന്ന് അവിടെ കുറച്ചു നേരം പ്രസംഗിച്ച് ഉള്ളിൽ പിന്നെ ഉദ്ഘാടനത്തിന് പോയി. ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും എനിക്കൊരു ഓട്ടം കിട്ടി, ഞാൻ പോയി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സുഹൃത്ത് വിളിച്ചു പറഞ്ഞ് നിസാറിന് തന്നെയാണ് സമ്മാനം കിട്ടിയതെന്ന് പറഞ്ഞപ്പോൾ വളരെയധികം സന്തോഷം. കാര്യം ആർക്കെങ്കിലും നമ്മുടെ സ്റ്റാൻഡിൽ തന്നെയുള്ള ഒരാൾക്ക് കിട്ടിയല്ലോ. അപ്പോൾ അത് മാത്രമല്ല, ഞങ്ങളുടെ ഓട്ടോക്കാരൻ ഒരാളെ ആ സ്റ്റേജിൽ കയറി നിൽക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഞങ്ങൾക്കൊരു എന്നേക്കും ഓർമ്മിച്ചിരിക്കാൻ പറ്റിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. കൂട്ടുകാർക്ക് ചെലവ് ചെയ്യോ? ഓട്ടോക്കാരന്മാർക്ക് ചെലവ് ചെയ്യോ?